ഹലോ ഫ്രണ്ട്സ്, സ്കൂൾ ബുക്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് റീഡ് ആൻഡ് റീജോയ്സ് എന്നതിൽ ലില്ലി ആൻഡ് ദ ബെയർ എന്ന ചാപ്റ്റർ പഠിക്കാം. ഇതിലാദ്യം തന്നെ ലില്ലി എന്നൊരു പെൺകുട്ടിയും ഒരു ബെയറിനെയും കാണിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ലില്ലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും കുറേ ടോയ്സ് അങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നത് കാണുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വായിക്കാം. ലില്ലി ഹാഡ് എ ടോയ്. ലില്ലിക്കൊരു ടോയ് ഉണ്ട്, അതായത് ഒരു കളിപ്പാട്ടമുണ്ട്. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ടെഡി ബെയർ. അത് മനോഹരമായ ഒരു ടെഡി ബെയർ. ഈ കരടിക്കുട്ടിൻ്റെ പോലത്തെ ഇതുണ്ടാവില്ലേ, അതാണ് ടെഡി ബെയർ. ഇറ്റ്സ് നെയിം വാസ് ബെല്ല. അതിൻ്റെ പേര് ബെല്ല എന്നാണ്. ഇനി നമുക്ക് ആ കരടിക്കുട്ടിയെ ടെഡി ബെയറിനെ വർണ്ണിക്കുന്നതാണ് അടുത്ത പേജ്. ബെല്ല ഹാഡ് ഷൈനിങ് ബ്ലൂ ഐസ്. ബെല്ലയ്ക്ക് തിളങ്ങുന്ന നീല കണ്ണുകളുണ്ട്. ഇറ്റ് ഹാഡ് എ റെഡ് ക്യാപ്പ്. അതിനൊരു ചുവന്ന തൊപ്പിയുണ്ട്. ആൻഡ് എ ബ്രൗൺ ടൈ. ഒരു ബ്രൗൺ ടൈയുമുണ്ട്. പിക്ചറിലേക്ക് നോക്കൂ. ഒരു റെഡ് ക്യാപ്പും ഉണ്ട്, ഒരു ബ്രൗൺ ടൈയും കെട്ടിയിട്ടാണ് ടെഡി ബെയർ ഇരിക്കുന്നത്. ബെല്ല കുഡ് മേക്ക് എ വൂപ്പ് വൂപ്പ് സൗണ്ട്. അതൊരു വൂപ്പ് വൂപ്പ് എന്ന് പറയുന്ന സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഈ ടെഡി ബെയറിന് ഷൈനിങ് ആയിട്ടുള്ള ബ്ലൂ ഐ ഉണ്ട്, റെഡ് ക്യാപ്പ് ഒക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. വൺ ഡേ ലില്ലി ഫൗണ്ട് ബെല്ല മിസ്സിങ്. ഒരു ദിവസം നമ്മുടെ ലില്ലി കാണുകയാണ് നമ്മുടെ ബെല്ല, അതായത് ആ ടെഡി ബെയർ മിസ്സിങ് ആയിരിക്കുന്നു, കാണാനില്ല. ഷീ ഫെൽറ്റ് സാഡ്. അവൾ ആകെ ദുഃഖിതയായി, ആകെ സങ്കടപ്പെട്ടു. ഷീ സെർച്ച്ഡ് ഇറ്റ് എവ്രിവെയർ. അവൾ എല്ലായിടത്തും അതിനെ തിരഞ്ഞു നോക്കി. ആ ടെഡി ബെയറിനെ കാണാനായിട്ട് അവൾ ആകെ തിരയുകയാണ്. ഓക്കെ, അങ്ങനെ അവൾ മുറ്റത്തൊക്കെ ഇറങ്ങി നോക്കുകയാണ്. അപ്പോൾ അവിടെ എന്തോന്ന് കാണുന്നു. ലില്ലി ഫൗണ്ട് ബെല്ലാസ് റെഡ് ക്യാപ്പ്. അപ്പോൾ നമ്മുടെ ലില്ലി ടെഡി ബെയറിന് ഒരു റെഡ് ക്യാപ്പ് ഇല്ലേനോ, അത് കാണുകയാണ്. എവിടെ? നിയർ ദ ഗേറ്റ്. ഗേറ്റിൻ്റെ അടുത്തായിട്ട് ടെഡി ബെയറിൻ്റെ റെഡ് ക്യാപ്പ് കാണുകയാണ്. ഷീ സോ ദ ഫുട് പ്രിൻസ്. പിന്നെ കുറച്ച് കാൽപാദങ്ങൾ ഇങ്ങനെ കാണുകയാണ്. ഓഫ് എ ബിഗ് ബെയർ ദർ. അവിടെ ഒരു വലിയ കരടിയുടെ കാൽപാദങ്ങളും കാണുകയാണ്. ആ പിക്ചറിലേക്ക് നോക്കിയാൽ നമുക്ക് ഫുട് പ്രിൻസ്, അതായത് കാൽപാദങ്ങൾ കാണാം. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജ് നോക്കാം. അങ്ങനെ നമ്മുടെ ലില്ലി അവളുടെ ടെഡി ബെയറിനെ തിരഞ്ഞു പോകാൻ നിൽക്കുകയാണ്. പിക്ചറിൽ കാണുന്നത് ഐ മസ്റ്റ് ഫൈൻഡ് മൈ ബെല്ല. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ബെല്ലയെ കണ്ടെത്തും. ആ ടെഡി ബെയറിൻ്റെ നെയിമാട്ടോ ബെല്ല. ലില്ലി ടുക്ക് സം ബൺസ്. ലില്ലി കുറച്ച് ബണ്ണെടുത്തു. ആൻഡ് എ ബോട്ടിൽ ഓഫ് വാട്ടർ ഇൻ ഹെർ ബാഗ്. പിന്നെ ബോട്ടിലാക്കിയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അത് അവളുടെ ബാഗിൽ വെച്ചു. ഷീ സ്റ്റാർട്ടഡ് വാക്കിംഗ്. എന്നിട്ട് അവൾ നടക്കാൻ തുടങ്ങി. ഫോളോവിങ് ദ ഫുട് പ്രിൻസ്. മുറ്റത്ത് കുറേ ഫുട് പ്രിൻസ്, കാൽപാദങ്ങളുണ്ടായല്ലോ, അതിനെ അവൾ പിന്തുടരാൻ തുടങ്ങി. ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. അങ്ങനെ അവൾ കാട്ടിലെത്തുകയാണ് ആ ഫുട് പ്രിൻസ് പിന്തുടർന്ന്. അപ്പോൾ അവിടെ ഒരു കരടി ഇരിക്കുന്നത് കാണുകയാണ്. ലില്ലി റീച്ച്ഡ് എ ഫോറസ്റ്റ് നിയർ ബൈ. അവൾ തൊട്ടടുത്തുള്ള ഒരു കാട്ടിലെത്തി. ഷീ സോ എ ബിഗ് ബെയർ. അവൾ ഒരു വലിയ കരടിയെ കാണുകയാണ്. സിറ്റിംഗ് അണ്ടർ എ ട്രീ. അത് ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുകയായിരുന്നു. ബെല്ല വാസ് ഇൻ ഇറ്റ്സ് ഹാൻഡ്സ്. നമ്മുടെ ബെല്ല, ആ ടെഡി ബെയർ അതിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ദാറ്റ്സ് മൈ ടെഡി. അതെൻ്റെ ടെഡിയാണ്. ഗിവ് ഇറ്റ് ബാക്ക്. അത് തിരികെ തരൂ. ലില്ലി സൈഡ്. നമ്മുടെ ലില്ലി പറയാണ്, അത് എൻ്റെ ടെഡിയാണ്, അത് തിരികെ തരൂ. നോ, ദ ബെയർ ഗ്രൗൾഡ്. നമ്മുടെ ബെയർ കരടി പറയുകയാണ്, ഇല്ല തരില്ല എന്ന് ഉറക്കെ നല്ല സൗണ്ട് ഉണ്ടാക്കിയിട്ട് പറയുകയാണ്. അപ്പോൾ ലില്ലി ഫോറസ്റ്റിലെത്തിയപ്പോൾ അവളുടെ ടെഡിയെ കാണുന്നുണ്ട്. ടെഡി ആരുടെ കയ്യിലാണ്? ഒരു കരടിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഓക്കെ,
ഇനി നമ്മുടെ ലില്ലി ആ ബെയറിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഐ വാണ്ട് മൈ ബെല്ല ബാക്ക്. എനിക്ക് എൻ്റെ ബെല്ലയെ തിരികെ തരണം, ലില്ലി ഷൗട്ടഡ്. നമ്മുടെ ലില്ലി അലറുകയാണ്. ഷൗട്ടഡ് എന്ന് പറഞ്ഞാൽ അലറുക. ടേക്ക് ഇറ്റ് ഫ്രം മീ. നിനക്ക് വേണമെങ്കിൽ എടുത്തോ. ഇഫ് യു ക്യാൻ, എനിക്ക് കഴിയുമെങ്കിൽ. സേഡ് ദ ബെയർ. ആ ബെയർ എന്ന് പറഞ്ഞാൽ വലിയൊരു സാധനമാണ്. അത് പറയാണ്, നിനക്ക് കഴിയുമെങ്കിൽ നീ ഇതിനെ എടുത്തോ. അപ്പോൾ ലില്ലി എന്താ പറയുന്നതെന്ന് നോക്കാം. ഐ വിൽ, ഞാൻ എടുക്കും. ലില്ലി സേഡ് ബോൾഡ്ലി. ലില്ലി നല്ല ശക്തമായിട്ട് തന്നെ പറയുകയാണ്, ഞാൻ അതിനെ എടുക്കും. ആർ യു സോ സ്ട്രോങ്. നീ അത്രയ്ക്ക് ശക്തിയാണോ? ദെൻ പ്രൂവ് ഇറ്റ്. എങ്കിൽ അതൊന്ന് തെളിയിക്ക്. നീ അത്രയ്ക്ക് ശക്തിയാണെങ്കിൽ അതൊന്ന് തെളിയിക്ക്. ഷുവർ സേഡ് ലില്ലി. തീർച്ചയായിട്ടും ഞാൻ തെളിയിക്കാം. ആ ബെയർ പറയുകയാണ്, നീ അത്രയ്ക്ക് ശക്തിയാണോ? നിൻ്റെ ഈ ടെഡ്ഡി ബെയറിനെ കൊണ്ടുപോകാൻ അത്രയ്ക്ക് ശക്തിയാണെങ്കിൽ നീ അതൊന്ന് പ്രൂവ് ചെയ്യണം, അതായത് തെളിയിക്കണം എന്ന് പറയുകയാണ് ആ ബെയർ. എന്നിട്ട് ആ ബെയർ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ദ ബെയർ ടൂക്ക് എ സ്റ്റോൺ. ആ ബെയർ ഒരു കല്ലെടുക്കുകയാണ്. ഓക്കെ. ഹീ ക്രഷ്ഡ് ഇറ്റ് ഇൻ ടു പീസസ്. എന്നിട്ട് ആ കല്ല് അത് കുറച്ച് പീസാക്കുകയാണ്. ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് അമർത്തി പിടിച്ചിട്ട് അത് പീസാക്കുകയാണ്, പിടിക്കുകയാണ്. ലുക്ക് ഹൗ സ്ട്രോങ് ഐ ആം. നോക്കൂ, ഞാൻ എത്ര ശക്തനാണ്. ക്യാൻ യു ഡൂ ദിസ്. നിനക്കിങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഞാൻ എത്ര ശക്തനാണ്, നിനക്കിങ്ങനെ ചെയ്യാൻ പറ്റുമോ? ചലഞ്ചഡ് ദ ബെയർ. കരടി നമ്മുടെ ലില്ലിയെ വെല്ലുവിളിക്കുകയാണ്. നിനക്കിങ്ങനെ ഈ കല്ല് പൊടിക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. നമ്മുടെ ലില്ലി പറയുകയാണ്, ഓഫ് കോഴ്സ് സേഡ് ലില്ലി. തീർച്ചയായിട്ടും എനിക്കതിന് കഴിയുമെന്ന് നമ്മുടെ ലില്ലി പറയുകയാണ്. അങ്ങനെ നമ്മുടെ ലില്ലി ഒരു ട്രിക്ക്, അതായത് ഒരു സൂത്രം കാണിക്കുകയാണ്. ലില്ലി ഹാഡ് ആൻ ഐഡിയ. ലില്ലി ഒരു സൂത്രം കാണിക്കുകയാണ്. ഷീ ടൂക്ക് എ ബൺ. അവൾ ഒരു ബണ്ണെടുക്കുന്നു. അവൾ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ ബാഗിൽ ബണ്ണും വെള്ളമൊക്കെ എടുത്തിരുന്നല്ലോ. ആൻഡ് വെറ്റ് ഇറ്റ് സീക്രട്ട്ലി. എന്നിട്ട് ആ ബണ്ണ് മെല്ലെ കരടി കാണാതെ അത് നനയ്ക്കുകയാണ്. രഹസ്യമായിട്ട് ആ ബണ്ണ് നനച്ചു. ദെൻ ഷീ പ്രസ് ദ ബണ്ണ്. എന്നിട്ട് അവൾ ആ ബണ്ണ് രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യാണ്. ദ ബൺ വിത്ത് ഹെർ ഹാൻഡ്സ്. രണ്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ആ ബണ്ണ് പ്രസ് ചെയ്യാണ്. വാട്ടർ ഡ്രിപ്പ്ഡ് ഡൗൺ ഫ്രം ഇറ്റ്. അങ്ങനെ അവൾ ആ രണ്ട് കൈയും വെച്ചിട്ട് ഇങ്ങനെ അമർത്തുമ്പോൾ അതിന് വെള്ളം ഇങ്ങനെ താഴേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ ബെയർ കാണുന്നത് രണ്ട് കൈയും ലില്ലി ഇങ്ങനെ കൂട്ടി പിടിക്കുമ്പോൾ അതിന് വെള്ളം താഴേക്ക് വരുന്നതാണ് കാണുന്നത്. ഇവിടെ നമ്മുടെ ബെയർ വിചാരിക്കുന്നത് അതൊരു കല്ലാണെന്നാണ്. കല്ലുകൊണ്ട് ചെയ്യാനാണല്ലോ പറഞ്ഞിരുന്നത്. എന്നിട്ട് പറയുകയാണ്, ലുക്ക് ഐ ക്യാൻ സ്ക്വീസ് വാട്ടർ ഔട്ട് ഓഫ് സ്റ്റോൺ. എനിക്ക് കല്ലിന്ന് കല്ല് അമർത്തി പിടിച്ചാൽ വെള്ളം അതിന് ഇറ്റിക്കാനുള്ള കഴിവുണ്ട്. സേഡ് ലില്ലി. ലില്ലി പറയുകയാണ്, എനിക്ക് കല്ല് അമർത്തിയാൽ അതിന് വെള്ളം വരുത്താനുള്ള കഴിവുണ്ട്. ഹോ ഷീ ഈസ് സ്ട്രോങ്ങർ ദാൻ മീ. ഹോ, അവൾ എന്നെക്കാട്ടിലും ശക്തിയാണ്. ദ ബെയർ വണ്ടേർഡ്. ആ കരടി അത്ഭുതപ്പെട്ടു. ആ കരടി ഇങ്ങനെ അത്ഭുതപ്പെടുകയാണ്, അവൾ എന്നെക്കാട്ടിലും ശക്തിയാണെന്ന് പറയുകയാണ്. പിന്നെ വേറൊരു കാര്യം ചെയ്ത് കാണിക്കാൻ പറയുകയാണ് നമ്മുടെ കരടി. അതെന്താണെന്ന് നോക്കാം. ദ ബെയർ പ്ലേഡ് അനദർ ട്രിക്ക്. നമ്മുടെ കരടി മറ്റൊരു ട്രിക്ക് പറഞ്ഞു. ഹി പോയിൻറ്റഡ് ടു എ ലാർജ് ഹണിക്കോമ്പ്. അങ്ങനെ ആ കരടി ഒരു വലിയ തേനീച്ചക്കൂട് കാണിച്ചു കൊടുത്തു. എവിടെ? ഓൺ എ റോക്ക്. ഒരു പാറമ്മ മുകളിലായിട്ട് ഒരു തേനീച്ചൻ്റെ കൂട് കാണിച്ചു കൊടുക്കണം. ലുക്ക് ദർ.
അങ്ങോട്ട് നോക്കൂ. ബ്രിങ് ദാറ്റ് ഹണി കോംബ് ടു മീ. എന്നിട്ട് എനിക്ക് ആ തേനീച്ചക്കൂട് എടുത്തു തരൂ. ഇഫ് യു വിന്ന്, നീ വിജയിച്ചാൽ യു വിൽ ഗെറ്റ് ദ ടെഡി ബാഗ്. നിനക്ക് ഞാൻ നിൻ്റെ ടെഡിയെ തിരിച്ചു തരുന്നതാണ്. ആ പാറയുടെ മുകളിൽ നിന്ന് എനിക്ക് ആ തേനീച്ചക്കൂട് എടുത്തു തന്നാൽ നിനക്ക് ഞാൻ നിൻ്റെ ടെഡിയെ തിരിച്ചു തരുന്നതാണെന്ന് ആ ബെയർ പറഞ്ഞു ലില്ലിയോട്. അപ്പോൾ ലില്ലി എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. ദാറ്റ് ഈസ് സോ സിമ്പിൾ. അത് ഭയങ്കര സിമ്പിളാണ്, സേഡ് ലില്ലി. നമ്മുടെ ലില്ലി പറയുകയാണ് അത് ഭയങ്കര സിമ്പിളാണ്. ഷീ ടുക്ക് എ സ്ലിംഗ് ഷോട്ട്. അവളുടെ ബാഗിൽ നിന്ന് ഒരു സ്ലിംഗ് ഷോട്ട് എടുത്തു. സ്ലിംഗ് ഷോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചവണ അല്ലെങ്കിൽ തെറ്റാലി എന്നൊക്കെ പറയില്ലേ, നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉന്നം വെച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കും. ഫ്രം ഹെർ ബാഗ്, അവളുടെ ബാഗിൽ നിന്നെടുത്തു. ഷീ ഷോട്ട് എ സ്റ്റോൺ ടുവേർഡ്സ് ദ ഹണി കോംബ്. എന്നിട്ട് ഒരു കല്ല് വെച്ചിട്ട്, ആ ചവണമ്മ ഒരു കല്ല് വെച്ചിട്ട് അത് ഹണി കോംബ്, അതായത് ആ തേനീച്ചക്കൂടിലേക്ക് ഇങ്ങനെ ഉന്നം വെച്ചിട്ട് കല്ലുകൊണ്ട് ആ തെറ്റാലി കൊണ്ട് എടുക്കുകയാണ്. ദ ഹണി കോംബ് ഫെൽ ഡൗൺ. അങ്ങനെ ആ തേനീച്ചക്കൂട് താഴേക്ക് വീണു. സ്വീറ്റ് ഹണി സ്പ്ലാഷ്ഡ് ആൾ എറൗണ്ട്. ആ മധുരമുള്ള തേന് അങ്ങനെ അത്രയും മുകളിൽ നിന്ന് താഴേക്ക് ചാടിയപ്പോൾ ആകെ തെറിച്ചു. ഹുറേ ഹണി. അപ്പോൾ ബെയർ പറയുകയാണ്, ഹായ് ഹണി ഹണി എന്ന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാണ്. ദ ബെയർ ത്രൂ ദ ടെഡി. ആ ബെയർ ആ ടെഡിനെ എറിയും. ടെഡി എവേ ആൻഡ് റഷ് ടുവാർഡ്സ് ദ ഹണിക്കോംബ്. എന്നിട്ടത് ആ തേനീച്ചക്കൂടിൻ്റെ അടുത്തേക്ക് ഓടിപ്പോവുകയാണ്, അതായത് തുള്ളിച്ചാടി പോവുകയാണ് കേട്ടോ. യു ആർ സ്ട്രോങ്ങർ ദാൻ മീ. നീ എന്നെക്കാട്ടിലും ഭയങ്കര ശക്തിയാണ്. ടേക്ക് യുവർ ടെഡി. നിൻ്റെ ടെഡിയെ എടുത്തോ എന്ന് നമ്മുടെ ബെയർ ലില്ലിയോട് പറയും. ആൻഡ് താങ്ക് യു ഫോർ ദ ഹണി. പിന്നെ എനിക്ക് തേൻ എടുത്തു തന്നതിനും വളരെ നന്ദിയുണ്ട്, സേഡ് ദ ബെയർ. കരടി പറഞ്ഞു. ലില്ലി ടുക്ക് ബെല്ല. ലില്ലി ആ ബെല്ലയെ എടുത്തു, അതായത് ടെഡി ബെയറിനെ എടുത്തു. ആൻഡ് വെൻറ്റ് ഹോം ഹാപ്പിലി. എന്നിട്ട് അവൾ വീട്ടിലേക്ക് സന്തോഷത്തോടു കൂടെ പോയി. ആ കരടിയെ എടുത്തിട്ട് അവൾ സന്തോഷത്തോടു കൂടെ പോയി. അപ്പോൾ ഈ കഥയിൽ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ലില്ലിക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ടെഡി ബെയർ ഉണ്ടായിനി. അതിൻ്റെ പേര് ബെല്ല എന്നതിന്. ഒരു ദിവസം ആ ടെഡി ബെയറിനെ കാണാനില്ല. അപ്പോൾ അവൾ തിരഞ്ഞിട്ട് കാട്ടിലൂടെ പോയപ്പോൾ എന്താണ് കാണുന്നത്, ഒരു വലിയൊരു കരടി ആ ടെഡി ബെയറിനെ പിടിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ലില്ലി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, അവൾക്ക് തീർച്ചയായിട്ടും ആ ടെഡി ബെയർ വേണം. അതിനവൾ ആ കരടിയോട് പറഞ്ഞിട്ട് പറയുകയാണ്, എനിക്കെൻ്റെ ടെഡിയെ തരണം പറയുകയാണ്. പക്ഷേ ആ കരടി അവളോട് അവളുടെ ശക്തി തെളിയിക്കാൻ പറയുകയാണ്. അങ്ങനെ അവൾ ആദ്യം പാറ പൊടിച്ചിട്ട്, അതായത് ബണ്ണ് 2 കൈ കൊണ്ട് അമർത്തിയിട്ട് വെള്ളം വരുത്തിയിട്ടും പിന്നെ ആ വലിയ പാറിൻ്റെ മുകളിൽ നിന്ന് തേനെടുത്തിട്ടും അവളുടെ ശക്തി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കരടി അത്ഭുതപ്പെടുകയാണ്, ഇവളെന്നെക്കാട്ടിലും ശക്തിയാണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് അവളുടെ ടെഡിയെ തിരികെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിൽ ഒരു 6 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അടുത്ത് താഴെ കുറച്ച് സെൻറ്റൻസും തന്നിട്ടുണ്ട്. അതിനനുയോജ്യമായിട്ടുള്ള ആ പിക്ചറിന് അനുയോജ്യമായിട്ടുള്ള സെൻറ്റൻസിൻ്റെ നമ്പർ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ആദ്യം പിക്ചേഴ്സ് ഒന്ന് നോക്കുക. എന്നിട്ട് താഴെയുള്ള സെൻറ്റൻസിൽ ഏതാണ് അന്ന് കറക്റ്റായിട്ട് മാച്ച് ആവുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെൻറ്റൻസ് നോക്കാം. ഫസ്റ്റ്, ലില്ലി ഷോട്ട് എ സ്റ്റോൺ അറ്റ് ദ ഹണി കോംബ്. ലില്ലി ഹണി കോംബിലേക്ക് ഷോട്ട് ചെയ്യാണ്. അപ്പോൾ അത് ഈ പിക്ചറാണ്. ഓക്കെ, അപ്പോൾ ഞാനവിടെ 1 എന്നിട്ടിട്ടുണ്ട്. ഇനി സെക്കൻഡ് വൺ, ലില്ലി പ്രസ്ഡ് ദ ബണ്ണ്. ലില്ലി ആ ബണ്ണ് 2 കൈ കൊണ്ട് പ്രസ് ചെയ്യൂലേ, അതിൻ്റെ പിക്ചർ ഏതാണെന്ന്
ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. ഇനി അതിന് നേരെ 2 എന്ന് എഴുതുക. ഇനി നമുക്ക് നെക്സ്റ്റ് ലില്ലി സോ ദ ബിഗ് ബെയർ അണ്ടർ എ ട്രീ. ലില്ലി നടന്നു പോയപ്പോൾ ഒരു വലിയ കരടി ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നത് കണ്ടില്ലേ? അതിൻ്റെ നേരെ 3 എന്ന് എഴുതുക. 4th വൺ ദ ബിയർ ക്രഷ്ഡ് ദ സ്റ്റോൺ ഇൻ ടു പീസ്. നമ്മുടെ ബെയർ കല്ല് പൊടിച്ച് കഷ്ണങ്ങളാക്കുന്നതാണ്. അപ്പോൾ അതാണ് പിക്ചർ. അതിൻ്റെ നേരെ 4 എന്ന് എഴുതുക. ഓക്കെ. ഇനി നെക്സ്റ്റ് 5th വൺ ദ ഹണി കോംബ് ഫെൽ ഡൗൺ. നമ്മുടെ തേനീച്ചക്കൂട് താഴേക്ക് വീഴുന്നതാണ്. അതേതാണ് പിക്ചർ? എല്ലാവരും കണ്ടോ? എങ്കിൽ അവിടെ 5 എന്ന് എഴുതുക. ഇനി ആകെ ഒന്നേ ഉള്ളൂ, ലാസ്റ്റ് വൺ ലില്ലി സോ ദ ഫുട് പ്രിൻറ്റ്സ് ഓഫ് എ ബിഗ് ബെയർ. ലില്ലി ഒരു ബിഗ് കരടിയുടെ ഫുട് പ്രിൻറ്റ്സ് കണ്ടു. അതാണ് 6th വൺ. ഓക്കെ. അപ്പോൾ എല്ലാവരും ശരിക്കും പഠിക്കണം. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.